അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഓക്കെയാണ് ഉസ്താദേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആദരണീയരായ സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ഉബൈദുള്ള തങ്ങൾ ഈ മഹത്തായ പരിപാടിയെ ദുആ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുപോലെ ജിദ്ദ SIC-യുടെ പ്രസിഡന്റ് അൻവർ തങ്ങൾ, ആദരണീയരായ ഈ മഹത്തായ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, എൻ്റെ ഹുദവി സഹോദരന്മാരെ, ദാറുൽ ഹുദായുടെ ഗുണകാംക്ഷികളെ, സമസ്തയുടെ അനുഭാവികളെ, പ്രവർത്തകരെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആശിഖീങ്ങളെ, ഈ അവസരത്തിൽ പ്രവാചക പത്നിമാർ എന്ന വിഷയത്തെ അധികരിച്ചാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത്. പ്രവാചക പത്നിമാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഉമ്മമാർ എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. സത്യവിശ്വാസികളുമായി അവരുടെ ജീവനേക്കാൾ ബന്ധപ്പെട്ടിരിക്കുന്നു. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നിമാർ അവരുടെ ഉമ്മമാരാണ്. ഉമ്മമാരെ പോലെ ബഹുമാനവും സ്നേഹവും അവർക്ക് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധനം വിജയിപ്പിക്കുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സമൂഹത്തിന് പകർത്തിയതിലും വലിയ പങ്ക് വഹിച്ചവരാണ് പ്രവാചക പത്നിമാർ എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 സ്ത്രീകളെയാണ്, വനിതയാണ് വിവാഹം കഴിച്ചത്. ആ 11 വിവാഹങ്ങൾക്കും 11 കാരണങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയ ഉന്നതമായ സാമൂഹിക മൂല്യങ്ങളുടെ, ഉന്നതമായ വ്യക്തിവിശുദ്ധിയുടെ, ഉന്നതമായ മര്യാദയുടെ അടയാളങ്ങളായിരുന്നു വിവാഹങ്ങൾ എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോൾ 9 പേരാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയും സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയും നേരത്തെ വിട പറഞ്ഞിരുന്നു. പിന്നീട് അവശേഷിച്ചത് സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, റംല റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ എന്നീ 9 ഭാര്യമാരായിരുന്നു. ഒരുപാട് ദിവസങ്ങളോളം പ്രസംഗിക്കേണ്ടതാണ് പ്രവാചക പത്നിമാരുടെ ജീവിതങ്ങളും മാതൃകകളും. കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാവുന്നത്ര പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു ഇബാദത്തായി കബൂൽ ചെയ്യട്ടെ. ഖദീജ ബിവിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് തുടങ്ങുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ ബീവി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരും തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസമാണ്. 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-കാരിയായ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുന്നു. ഇത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വലിയ വിശുദ്ധിയുടെ, വലിയ ഇഫ്ഫത്തിന്റെ അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീലിനെ കണ്ട് പേടിച്ചു വിറച്ച്
എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട ഒന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഏതൊരു ഭാര്യയും പകച്ചു പോകും, ഏതൊരു സഹധർമ്മിണിയും പ്രയാസപ്പെട്ടു പോകും. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുമ്പോ ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയാകുന്ന രീതിയിലാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചത്. മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹു ഒരിക്കലും താങ്കളെ പരാജയപ്പെടുത്തുകയില്ല. അബുൽ ഖാസിം, അള്ളാഹു താങ്കളെ നമ്മെ സംരക്ഷിക്കും. അങ്ങ് സന്തോഷിക്കുക, അങ്ങ് സ്ഥിരമായി നിൽക്കുക. അങ്ങ് ഈ ഉമ്മത്തിന്റെ നബിയാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അള്ളാഹു ഒരിക്കലും വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ, അള്ളാഹു ഒരിക്കലും താങ്കളെ അപമാനിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹിമ, അങ്ങ് കുടുംബ ബന്ധം പുലർത്തുന്നു. വതസ്ദുഖുൽ ഹദീസ, വാക്കുകളിൽ താങ്കൾ സത്യസന്ധത പാലിക്കുന്നു. തഹ്മിലുൽ കല്ല, മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ താങ്കൾ ഏറ്റെടുക്കുന്നു. വതുഖിറുൽ ളൈഫ, അങ്ങ് അതിഥിക്ക് നല്ല ഭക്ഷണം നൽകുന്നു. വിപത്തുകളിൽ താങ്കൾ സഹായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമുണ്ടാകുന്ന വാക്കുകൾ പറഞ്ഞ് ഖദീജ റളിയല്ലാഹു അൻഹ നബിക്ക് സമാധാനം നൽകുകയാണ്. അത് മാത്രമാണോ ചെയ്തത്? ഇത് യഥാർത്ഥത്തിൽ ഖദീജ ബീവി കാര്യം പിടികിട്ടിയിട്ടല്ല. വെപ്രാളമുണ്ട്, ബേജാറുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. പക്ഷെ തന്റെ വിഷമം ഭർത്താവിന്റെ മുന്നിൽ പ്രകടിപ്പിച്ചാൽ അവരുടെ വിഷമം കൂടുതൽ കൂടിപ്പോകും എന്ന ഭയം കാരണം മഹദി ധീരമായി നിന്നു. എന്നിട്ട് ചെയ്തതോ വലിയൊരു പ്രായോഗിക ബുദ്ധി കൂടി കാണിച്ചു. വറഖത്ത് ബിൻ നൗഫൽ എന്ന വേദ പണ്ഡിതന്റെ അടുത്ത് ആദ്യം ചെന്നിട്ട് പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ടുപോയി. വറഖത്ത് ബിൻ നൗഫലിന്റെ വാക്കുകളാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്താണ് യാഥാർത്ഥ്യം പഠിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ പിന്തുണയാണ്. ഭാര്യയാണ് ആദ്യം വിശ്വസിച്ചത്, വീട്ടുകാരാണ് ആദ്യം വിശ്വസിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും ഒക്കെ വിശ്വസിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ കാണിച്ച ഈ സപ്പോർട്ട്, ഈ സഹകരണമാണ് ഒരു ദാഇ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വിജയത്തിന് അസ്ഥിവാരമിട്ടത് എന്ന് പറയാം. സമ്പത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നീക്കിവെച്ചു. അലം യജിദ്ക യതീമൻ ഫആവ, അലം യജിദ്ക യതീമൻ ഫആവ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ. അങ്ങയെ യതീമായി കണ്ടപ്പോ അങ്ങേക്ക് അഭയം നൽകി. ആ അഭയത്തിന്റെ വലിയൊരു സാന്നിധ്യമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ വല്ലാതെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നമുക്ക് നബിയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠം ഇതാണ്. ഭാര്യ മരണപ്പെട്ട് പുനർവിവാഹം കഴിഞ്ഞാൽ പിന്നെ ആദ്യ ഭാര്യയെ വിസ്മരിക്കുന്ന ആളുകൾ ഉണ്ടാകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളോടും ആയിഷ ബീവിയോടുള്ള അത്ര ഈറ എനിക്കുണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി പറയാണ്. ഖദീജ ബീവിയോടുള്ള അത്ര ദേഷ്യം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? ഒന്നുമില്ല, ഇടക്കിടക്ക് ഖദീജ ബീവിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് അവരിൽ നിന്ന് കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഖദീജ ബീവി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോ ആയിഷ ബീവിക്ക് ഇങ്ങനെ തോന്നും തന്നെക്കാൾ സ്നേഹം ഖദീജ ബീവിയോടാണ്. അതേപോലെ ഇടക്ക് ആടിനെ കറുത്ത് ഖദീജ ബീവിയുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു രീതിയായിരുന്നു. ഇത്രയും സ്നേഹം ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയുണ്ടായി. പ്രതിസന്ധികളുടെ ആദ്യഘട്ടം
നബിയായതിന്റെ ആദ്യത്തെ 10 വർഷം മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ പിന്തുണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റുഖിയ ബീവിയെയും ഉമ്മു കുൽസൂം ബീവിയെയും ഒക്കെ അവരുടെ ഭർത്താക്കന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വം അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ത്വലാഖ് ചൊല്ലിയപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട പുത്രി റുഖയ്യയെയും കൂട്ടി ഹബശയിലേക്ക് ഹിജ്റ പോയപ്പോ ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്ന ഉമ്മയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. എന്തെല്ലാം ശ്രമമുണ്ടാകും അവർക്ക്, എന്നാൽ നല്ല ഭാര്യയായി നല്ല ഉമ്മയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ധീരയായി നിൽക്കാൻ ഖദീജ ബീവി ഉണ്ടായി. ഖദീജ ബീവിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് സൗദ ബീവിയെ ആയിരുന്നു. ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച സഹോദരിയായിരുന്നു സൗദ ബീവി. അവരുടെ ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നു അവർക്ക്. അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൗദ ബീവിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി. പ്രായക്കൂടുതൽ ഉണ്ടായിരുന്നു. മദീനയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭർത്താവ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു സുഖവും സമാധാനവും നൽകാൻ കഴിയാതിരുന്നപ്പോ മഹദി തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം ആയിഷ റളിയല്ലാഹു അൻഹാക്ക് നൽകി എന്ന് ചരിത്രം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സമുദായത്തിന് സമർപ്പിച്ച ആയിഷ ബീവിയെ കുറിച്ചാണ് നമുക്ക് അടുത്ത് പറയുവാനുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആത്മസുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഏക കന്യക എന്ന് നമുക്ക് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതും അല്ലാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. ആയിഷ ബീവി 18ാമത്തെ വയസ്സിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോകുമ്പോ പിന്നീട് ജീവിച്ച കാലം മുഴുവനും വലിയ പണ്ഡിതയായി, വലിയ ഹദീസ് പണ്ഡിതയായി, വലിയ ഫത്വ നൽകുന്ന വ്യക്തിയായി, ഇൽമിന്റെ പ്രചാരണത്തിന്റെ ആളായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബ ജീവിതത്തിന്റെ പാഠങ്ങൾ ആയിഷയിൽ നിന്നാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഇഷ്ടപ്പെട്ടു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോ കുറെ കഴിഞ്ഞാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ബദർ കഴിഞ്ഞ്, ഉഹദ് കഴിഞ്ഞ്, ഖന്തഖ് കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ ഇസ്ലാം സ്വീകരിച്ച അംറിനോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സ്നേഹം കാണിച്ചു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത് എന്ന്. ആ തെറ്റിദ്ധാരണ അതൊരു ചോദ്യ രൂപത്തിലാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ ചെന്നിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറഞ്ഞു, ആയിഷ. ആയിഷയാണ് എനിക്കിഷ്ടം. ഭാര്യമാരോട് സ്നേഹമുണ്ടെങ്കിൽ അത് കിടപ്പറയിൽ വെച്ച് മാത്രം പ്രകടിപ്പിക്കുവാനുള്ളതല്ല, അത് സമൂഹം അറിയണം, അത് ആളുകൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് ഹദീസുകളും വചനങ്ങളും നമുക്ക് കിട്ടുന്നത്. എത്ര വലിയ ഭാഗ്യവതിയാണ്. ഇഫ്ക് സംഭവം ഉണ്ടായപ്പോ, ആയിഷ ബീവിക്കെതിരെ അപവാദ പ്രചാരണം ഉണ്ടായപ്പോ, ആ സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തിയത് നിരവധി ആയത്തുകളിലൂടെയാണ്. സൂറത്തു നൂറിലെ ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നീക്കി വെച്ചു. ചരിത്രത്തിൽ വേറെയും അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ആരോപണം ഉണ്ടായപ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയത് ഒരു കുപ്പായം കൊണ്ടാണ്. മറിയം ബീവിയുടെ ആരോപണം ഉണ്ടായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയത് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ ശപിപ്പിച്ചുകൊണ്ടാണ്. എന്നാലോ ആയിഷ ബീവി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കലാമ് കൊണ്ടാണ്, ഒരു സൃഷ്ടിയെ കൊണ്ടല്ല. ഇതെന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിങ്കലുള്ള സ്ഥാനമാണത്. ആയിഷ ബീവി എന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹധർമ്മിണി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ധാരണ ജനങ്ങളിൽ ഉണ്ടെങ്കിൽ അത് അള്ളാഹു തന്നെ തിരുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തിരുത്തി. എത്ര ശക്തമായ ഭാഷയിലാണ് സൂറത്തു നൂറിൽ ആ സംഭവം പറയുന്നത്. വളരെ ശക്തമായ രീതിയിലാണ്, വലിയ മുന്നറിയിപ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഇഷ്ടപ്പെട്ടു. അവസാന കാലത്ത് രോഗിയാകുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാരുടെ വീട്ടിലാകുമ്പോ ദിവസം എണ്ണി നോക്കും അത്രേ. ആയിഷ ബിവിയുടെ വീട്ടിലേക്ക് എത്താൻ ഇനി എത്ര നാളുണ്ട്, എത്ര ദിവസമുണ്ട്. ഇത് മനസ്സിലാക്കിയപ്പോ അവസാന കാലത്ത് മറ്റു ഭാര്യമാരൊക്കെ ആയിഷ ബിവിയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചോട്ടെ എന്ന് തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് എത്തുകയുണ്ടായി. ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ബന്ധു വന്നപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കുകയാണ്. നോക്കുമ്പോ ആയിഷ ബിവി മനസ്സിലാക്കി തങ്ങൾക്ക് പല്ല് തേക്കണമെന്നുണ്ട്. ആ മിസ്വാക്ക് വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്റെ വായിലിട്ടിട്ട് അതൊന്ന് മയപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് തേച്ച് കൊടുക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വായില് ദുനിയാവിൽ അവസാനം കലർന്നത് ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമിനീരാണ്. എത്ര വലിയ ഭാഗ്യവതിയാണ്. ആയിഷ ബീവിയുടെ സാന്നിധ്യത്തിലാണ്, അവരുടെ മടിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്നത്. അവരുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊണ്ടത്. നബിയുടെ ദുഃഖത്തിലും പ്രയാസങ്ങളിലും കൂടെ നിന്നു ആയിഷ റളിയല്ലാഹു അൻഹ. മാ ശബിയ ആലു മുഹമ്മദിൻ യൗമൈനി ബിഖുബ്സിൻ വമാ ഹുവ ഇല്ലൽ മാഉ വത്തംർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം 2 ദിവസം തുടർച്ചയായി റൊട്ടി കഴിച്ചിട്ടില്ല. പിന്നെന്താ, ഇന്ന് റൊട്ടി ഉണ്ടെങ്കിൽ നാളെ റൊട്ടിയില്ല, മറ്റന്നാളാണ് റൊട്ടി. അരിഭക്ഷണം 2 ദിവസം കൂടുമ്പോ മാത്രം. അരിഭക്ഷണം 2 ദിവസം കൂടുമ്പോ മാത്രം. ഈ ഘട്ടത്തിൽ പരാതി പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. ഇല്ല, കൂടെ നിൽക്കുകയാണ്. ആയിഷ ബിവി പറയുന്നുണ്ട്, മാസങ്ങളൊക്കെ മാറും, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ ഒരിക്കൽ പോലും പുക പൊന്തിയിട്ടുണ്ടാവില്ല. വെറും വെള്ളവും കാരക്കയും ഈത്തപ്പഴവും കഴിച്ച് 1 മാസവും 2 മാസവും കടന്നു പോകുന്ന ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ കൂടെ നിൽക്കാൻ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് നൽകുന്ന പെരുമാറ്റത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നും സുബഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 9 ഭാര്യമാരുടെയും വീട്ടിലേക്ക് പോകും. അശർ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും പോകും. എന്തിനാ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പോകും? ഒരു രാത്രി കടന്നു പോയതല്ലേ, എന്തെങ്കിലും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടോ, രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അസറിന്റെ ശേഷം പോകുന്നതോ സ്നേഹപൂർവ്വം സ്നേഹിക്കാനാണ്, അവർക്ക് ചുംബനം നൽകാനാണ്, അവരുടെ കൂടെ ജീവിതം ആസ്വദിക്കുവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 2 നേരം ഈ 9 ഭാര്യമാരുടെയും വീട്ടിൽ പോകാൻ തയ്യാറായി എന്ന് പറയുന്നത് ഭാര്യമാർക്ക് സമയം നൽകുവാനും സാന്നിധ്യം നൽകുവാനുമാണ് നമ്മൾ ഭർത്താക്കന്മാർ തയ്യാറാകേണ്ടത് എന്നതിൻ്റെ വലിയ സൂചനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹ വലിയ സ്ഥാനമർപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് എന്താണ്? ആയിഷ ബിവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഉരീതുക ഫിൽ മനാം സലാസ. ആയിഷ ബിവിയെ അങ്ങേ ഞാൻ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. ഒരു മലക്ക് അങ്ങേ എന്റെ മുന്നിലേക്ക് പട്ടിലുള്ള വസ്ത്രത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹാദിഹി ഇംറഅതുകി, ഇത് നിങ്ങളുടെ ഭാര്യയാണ് എന്ന്. ഇത്രയും വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞതിന് ശേഷം ആയിഷ ബിവിയുടെ ജീവിതം ഇൽമിന്റെ പ്രചാരണത്തിനായിരുന്നു. ഇബാദത്ത്, ഉദാരമനസ്കത, ഇതിൻ്റെയൊക്കെ വലിയ മാതൃകയായിരുന്നു മഹദി. ഒരിക്കൽ 1,00,000 ദിർഹം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് മുഴുവനും സ്വതക്ക ചെയ്തു. അന്ന് നോമ്പായിരുന്നു. സ്വതക്ക ചെയ്ത് കഴിഞ്ഞപ്പോ വേലക്കാരി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും 1 ദിർഹമെങ്കിലും ബാക്കി വെച്ചിരുന്നെങ്കിൽ
നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ മഹദി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്താമായിരുന്നില്ലേ. അത് കിട്ടിയ പണം മുഴുവൻ ചെയ്യുന്ന രീതിയിലേക്ക് മഹദി മാറുകയായിരുന്നു. മഹദിയുടെ പാണ്ഡിത്യത്തെ കുറിച്ച് ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലൗ ജുമിഅ ഇൽമു ആയിഷ റളിയല്ലാഹു അൻഹ ഇലാ ഇൽമി ജമീഇൻ നിസാ ലകാന ഇൽമു ആയിഷ അഫ്ദൽ. ആയിഷ ബീവിയുടെ ഇൽമും മറ്റുള്ള എല്ലാ സ്ത്രീകളുടെ ഇൽമും ചേർത്ത് വെച്ചാൽ ആയിഷ ബീവിയുടെ ഇൽമായിരിക്കും ഏറ്റവും ശ്രേഷ്ഠം എന്ന് അല്ലാമ സുഹരി, ഇമാം സുഹരി റഹിമഹുല്ല കൃത്യമായി പറയുകയാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സഹധർമ്മിണി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോ ഖുനൈസ് ബിൻ ഹുദാഫയായിരുന്നു അവരുടെ ഭർത്താവ്. ഭർത്താവ് മരണപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് വളരെ വിഷമമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നി റുഖയ്യ ബിവി മരണപ്പെട്ട സമയമായിരുന്നു അത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ, താങ്കൾ എൻ്റെ മകളെ വിവാഹം കഴിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന് വളരെ വിഷമായി. ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോ തന്റെ മകളുടെ വിഷമം പരിഗണിക്കാൻ തയ്യാറായില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരസിച്ചു. അദ്ദേഹത്തിന് വലിയ വിഷമമായി. എല്ലാ സങ്കടവും പറയാനുള്ളത് ആരോടാ? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് ആ സങ്കടത്തിന്റെ മഴ പെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു മകളുടെ ഭർത്താവ് മരിച്ചതും രണ്ട് ഇഷ്ട സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോ അവരെ വിവാഹം കഴിക്കാൻ നിരസിച്ചതും എല്ലാം പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, ഹഫ്സയെ ഉസ്മാനേക്കാൾ നല്ലൊരാൾ കല്യാണം കഴിക്കും. ഉസ്മാന് ഹഫ്സയേക്കാൾ നല്ലൊരു പെണ്ണിനെയും കിട്ടും. പിന്നെ സംഭവിച്ചത് എന്താ? ഹഫ്സ ബീവിയെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു പുത്രിയായ ഉമ്മു കുൽസൂം കഴിഞ്ഞതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിയെ കുറിച്ച് പറഞ്ഞിരുന്നു. നബി തങ്ങൾക്ക് ഹഫ്സയെ വിവാഹം കഴിക്കുവാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. റസൂലുള്ളാന്റെ ആ രഹസ്യം ഞാൻ വെളിപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ നിർദ്ദേശിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കഴിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഹഫ്സ റളിയല്ലാഹു അൻഹ വിവാഹമോചനം നടത്തുന്ന ഒരു ആലോചനയിലേക്ക് എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു അത്ര, ഇന്നഹ സവ്വാമത്തുൻ ഖവ്വാമ, അവർ നന്നായിട്ട് നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്നവരാണ്. സൗജതുക ഫിൽ ജന്ന, അവർ സ്വർഗത്തിൽ താങ്കളുടെ ഭാര്യയാണ് എന്ന്. ഹഫ്സ ബീവിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രമീകരിക്കപ്പെട്ട ഖുർആന്റെ സംരക്ഷണം ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിലായിരുന്നു. അവരുടെ കയ്യിൽ നിന്നത് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കോപ്പിയെടുത്ത് ലോകത്ത് പ്രചരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സഹധർമ്മിണിയായിരുന്നു ബീബി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. ഭർത്താവിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ചു. ഒരു സന്താനമുണ്ടായി. ഹിജ്റ പോകാൻ ഒരുങ്ങിയപ്പോ കുടുംബക്കാര് വന്ന് രണ്ടു കൂട്ടരെയും വേർപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ടായി. അവസാനം ആ പ്രതിസന്ധിയൊക്കെ നേരിട്ട് മഹദി മദീനയിലേക്ക് എത്തി. വീണ്ടും കുടുംബജീവിതം നയിക്കുമ്പോ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. ആ സമയത്തും തണലായി നിന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വലിയ മാതൃകയാണിത്. കഷ്ടപ്പെടുന്ന സ്ത്രീകളെ വിവാഹം കഴിച്ച് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇല്ലാക്കുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയോട് ചോദിച്ചു, മുസലമ, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞു,
എനിക്ക് 3 പ്രയാസങ്ങളുണ്ട് നബിയെ. എന്താ പ്രയാസം? എനിക്ക് വയസ്സായിട്ടുണ്ട്. ഇനിയൊരു വിവാഹ ജീവിതത്തിൽ അതൊരു സന്തോഷവും നിങ്ങൾക്ക് നൽകാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, അതിനെന്താ പ്രയാസം? എനിക്കും പ്രായമായില്ലേ? എനിക്കും പ്രായമായല്ലോ. രണ്ടാമത്തെ പ്രയാസം എന്താ? ഞാൻ പെട്ടെന്ന് ക്ഷുഭിതയാകും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് എന്റേത്. എന്തെങ്കിലും കാര്യത്തിൽ താങ്കളോട് ക്ഷോഭിക്കേണ്ടി വന്നാലുള്ള പ്രയാസം എന്താണ്? അള്ളാഹുവിന്റെ അതൃപ്തി എനിക്കുണ്ടാവുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെന്താ പ്രയാസം? ഞാനിതാ അതില്ലാതെയാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. പരിഹരിക്കപ്പെട്ടില്ലേ? മൂന്നാമത്തെ പ്രശ്നം എന്താണ്? എന്റെ കൂടെ എന്റെ മകൻ ഉമർ ഇബ്നു അബീ സലമ ഉണ്ടല്ലോ, എന്റെ മകനുണ്ടല്ലോ ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും എന്റെ മക്കളല്ലേ, എന്തിനാ പ്രയാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെയും ഏറ്റെടുത്തു. വലിയ മാതൃകയാണ്. ഭർത്താവ് മരണപ്പെട്ട് ഭാര്യ മറ്റൊരു വിവാഹം കഴിക്കുമ്പോ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ട് സംരക്ഷകരില്ലാതാകുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ആ കുട്ടികൾ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത ജീവിതത്തിന്റെ നരകയാതന അനുഭവിക്കുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വലിയ മാതൃക നൽകുകയാണ്. ഉമർ ഇബ്നു അബീ സലമ എന്ന ഉമ്മു സലമ ബീവിയുടെ കുട്ടിയെ സ്വന്തം മകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വലിയ പണ്ഡിതയായിരുന്നു. ഒരുപാട് ഹദീസുകൾ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിർണായക ഘട്ടത്തിൽ അഭിപ്രായം പറഞ്ഞ് നിർദ്ദേശം പറഞ്ഞു കൊടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട് ഉമ്മു സലമ ബീവി. ഹുദൈബിയ സന്ധി ഉണ്ടായപ്പോ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഖുറൈശികളുമായി സന്ധി ചെയ്തു ഉംറ ചെയ്യാൻ തിരിച്ചു പോകാൻ തഹല്ലുലാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബിമാർക്കൊന്നും താല്പര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമത്തോടെ ഇരിക്കാൻ. ആ സമയത്ത് ഉമ്മു സലമ ബീവി പറഞ്ഞു, അത്ര നബിയെ, അങ്ങ് പുറത്തിറങ്ങും, അങ്ങ് ആരോടും സംസാരിക്കണ്ട, അങ്ങ് മുടിവെട്ടാനുള്ള ആളെ വിളിക്കൂ, അവർ മുടിവെട്ടും, അങ്ങ് അറുക്കാനുള്ളതിന് അറുക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തതോടുകൂടി പിന്നെ സ്വഹാബിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഉമ്മു സലമ ബീവിയുടെ വളരെ ദിശാബോധമുള്ള വളരെ ചിന്തനീയമായ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയായിരുന്നു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉമ്മു ഹബീബ റംല റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു. ഭർത്താവിന്റെ കൂടെ ഹബിഷയിലേക്ക് ഹിജ്റ പോയി. പക്ഷെ ഹബിഷയിൽ വെച്ച് ഭർത്താവിന്റെ സ്വഭാവം മാറി. അവര് ക്രിസ്ത്യാനിയായി, മദ്യപാനിയായി, നാട് വിട്ടുപോയി. മാതാപിതാക്കൾ വിട്ട് നാട് വിട്ടുപോയി. കടന്നു പോയിട്ട് മറ്റൊരു നാട്ടിലെത്തി ഭർത്താവ് മതം മാറിപ്പോകുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഭാര്യ ഉണ്ടാകുമോ? നിങ്ങൾ നോക്കൂ. മുഴുക്കുടിയനായ ഭർത്താവ് മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം ഇനി എന്ത് എന്ന ആലോചനയുമായി കഴിയുമ്പോഴാണ് മഹദി സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിൽ ആരോ വിളിച്ചു പറയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവ്. മഹദിക്ക് ഇതൊരു സന്തോഷ വാർത്തയാണെന്ന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവുമായി ഒരു സഹാബി വിവാഹാലോചനയുടെ കാര്യം പറഞ്ഞപ്പോ മഹദി വളരെയധികം സന്തോഷിച്ചു. അബുസീനിയയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റംല ബീവിയുമായുള്ള ഉമ്മു ഹബീബ ബീവിയുമായുള്ള വിവാഹം നടക്കുന്നത്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് നിക്കാഹ് നടത്തി അവർ സ്വീകരിച്ചത്? അത് നജാശി ചക്രവർത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വക്കീലായിട്ടാണ് നജാശി ചക്രവർത്തി ഉമ്മു ഹബീബ ബീവിയെ വിവാഹം കഴിച്ചത്. പിന്നീട് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉമ്മു ഹബീബ സഹാബിമാരൊക്കെ മദീനയിൽ എത്തിയതിനു ശേഷമാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. ഖൈബർ യുദ്ധം വിജയിച്ച ഘട്ടമായിരുന്നു അത്. ജാഫർ വന്നതിനാണോ ഞാൻ സന്തോഷിക്കേണ്ടത്, അതോ ഖൈബറിന്റെ വിജയത്തിലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു പോയിട്ടുണ്ട്. ആരായിരുന്നു ജാഫർ? തന്റെ സഹോദരനാണ്, അബൂ ത്വാലിബിന്റെ മകനാണ്. ജാഫർ റളിയല്ലാഹു അൻഹു ആണ് ഹബശ അതിലെ വിജയത്തിന്റെ പിന്നിലുള്ളത്. നജാശി ചക്രവർത്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ മുന്നിൽ ഇസ്ലാം പരിചയപ്പെടുത്തി വിജയം നേടിയ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടവരായിരുന്നു.
ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ജീവിച്ചു. അവരുടെ പിതാവ് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് കാണാൻ വേണ്ടി വന്നപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പ് ഉപയോഗിക്കാൻ ബീവി അനുമതി നൽകിയില്ല. പിതാവിനേക്കാൾ ഭർത്താവിനെ സ്നേഹിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നതിന്റെ വലിയ മാതൃക മഹദി കാണിക്കുകയുണ്ടായി. ജുവൈരിയ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സഹധർമ്മിണി. ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ബന്ദികളാക്കി പിടിക്കപ്പെട്ടപ്പോ ആ പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജുവൈരിയ ബീവിയും ഉണ്ടായിരുന്നു. അവർക്ക് ഗനീമത്ത് കിട്ടിയ സ്വഹാബിയിൽ നിന്ന് അത് നൽകി അവരെ മോചിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. വിവാഹം കഴിച്ചപ്പോ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ഭർത്താവ് വന്നു. വളരെ ഉന്നതമായ പദവി സ്വീകരിക്കുന്ന ഒരാളുടെ പുത്രിയാണല്ലോ, അവരെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ മഹദി ഒരിക്കലും പോകാൻ തയ്യാറായില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയുള്ള ജീവിതമാണ് മഹദി തെരഞ്ഞെടുത്തത്. സൈനബ് ബിൻത് ഖുസൈമയും സൈനബ് ബിൻത് ജഹ്ഷും മൈമൂന റളിയല്ലാഹു അൻഹയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായിരുന്നു. അവരെ കുറിച്ചൊന്നും ദീർഘമായി ഞാൻ പറയുന്നില്ല. സുഫിയ ബീവി ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പത്നി. സുഫിയ റളിയല്ലാഹു അൻഹ ഖൈബർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായി സ്വീകരിച്ചു. ജൂത കുടുംബത്തിൽ നിന്ന് വന്നതിന്റെ പേരിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ സ്വഹാബിമാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഭാര്യമാർക്കും മഹദിയെ കുറിച്ചുണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കുമോ, ജൂതന്മാരുടെ കുതന്ത്രത്തിന്റെ ഭാഗമാകുമോ? പക്ഷേ സുഫിയ റളിയല്ലാഹു അൻഹ എല്ലാം ക്ഷമിച്ചു. ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ ആശ്വസിപ്പിച്ചു. മഹദി കരയുമായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് കണ്ണ് തുടച്ചു കൊടുത്ത് ആശ്വാസം നൽകുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ നമ്മുടെ മുന്നിൽ വലിയ മാതൃക നൽകിയ ആളുകളാണ്. അവരുടെ ജീവിതം സംശുദ്ധമായിരുന്നു. അവരുടെ ജീവിതം പാപങ്ങളോടൊപ്പമായിരുന്നു. നമുക്ക് പഠിക്കണ ഉമ്മുൽ മസാക്കീൻ എന്നാണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പേര്. പാവങ്ങളുടെ ഉമ്മ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സദഖയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സദഖയുടെ കാര്യത്തിൽ, ഇൽമു പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ, ഇബാദത്തുകളുടെ കാര്യത്തിൽ അവരൊക്കെ വളരെ ഉന്നതമായ പദവിയിലായിരുന്നു. മൈമൂന റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോ ഇമാമെന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം മയ്യത്ത് കൊണ്ടുപോകുമ്പോ പറഞ്ഞു അത്രേ, നിങ്ങൾ ആരും മയ്യത്ത് കട്ടിൽ ഇളക്കരുത്, ഇത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹധർമ്മിണിയാണ്. അതുകൊണ്ട് നമ്മളും ഈ സഹധർമ്മിണിമാരെ നമ്മൾ സ്നേഹിക്കുക, ഉമ്മമാരെ നമ്മൾ സ്നേഹിക്കുക. ആ സ്നേഹം അവരുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ പഠനമായി, വായനയായി, അവരുടെ ജീവിതത്തിന്റെ പിൻപറ്റലായി, മനസ്സുകൊണ്ടുള്ള വലിയ സ്നേഹമായി നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് അവരുടെ ഭാര്യമാരും നമുക്ക് പ്രിയപ്പെട്ടവരാവണം. അവരെ നമ്മൾ സ്നേഹിക്കണം. അവരുടെ ദറജ ഉയർത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾ ശ്രമിക്കണം. തഖ്വയുള്ള ജീവിതം, ഇഷ്കുള്ള ജീവിതം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖൽബിൽ കൊണ്ട് നടക്കുന്ന ജീവിതം അതുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ നെഞ്ചേറ്റിയ ആളാണ് സൗദിയിലുള്ള ആളുകൾ, എല്ലാ പ്രവാസ ലോകത്തുമുള്ള ആളുകൾ, ജിദ്ദയിലൊക്കെ ഉള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ദാറുൽ ഹുദക്ക് വേണ്ടി ശക്തി പകർന്ന ആളുകളാണ്. ഞങ്ങളുടെ ആത്മപിതാവ് വന്യരായ ആചാര്യയും ഹൈദരോ ഉസ്താദിന്റെ ഒക്കെ കൈപിടിച്ച ആളുകൾ. നിങ്ങൾ നൽകിയ റിയാലുകൾ, നിങ്ങൾ നൽകിയ ചെറിയതും വലുതുമായ വലിയ തുകകൾ, ഇതാണ് ഞങ്ങൾക്കൊക്കെയുള്ള ആരോഗ്യത്തിന്റെയും കഴിവിന്റെയും ഇൽമിന്റെയും എല്ലാത്തിനും രഹസ്യം. അതിന് ഞങ്ങൾക്ക് നിങ്ങളോട് വലിയ കടപ്പാടുണ്ട്. ദാറുൽ ഹുദ എന്ന സംവിധാനത്തെ, ഹാദിയ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പുറത്തുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് പിന്തുണക്കുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും.
അതിന് പകരം ഞങ്ങൾക്ക് നൽകുവാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാവരുടെയും സേവനങ്ങൾ കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഉണ്ടാകും. ആദരണീയരായ കാപ്പിലെ ലത്തീഫാജിയെ പോലെയുള്ള ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ സേവനങ്ങൾ കബൂൽ ചെയ്യട്ടെ. ഈ അടുത്ത് മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സദ്ദീഖ് ഹാജിയുടെ പിതാവ് അഹമ്മദ് ഹാജിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് മർഹമത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് എന്റെ സംസാരം ശ്രവിച്ചതിന് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.